ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാ ഇപ്പം നമ്മൾ തെക്ക് റോഡിലെത്തി. ഇവിടെ ഉണ്ണിയപ്പക്കടയിൽ നിന്ന് ഇന്നിപ്പം അവിടുന്ന് ഇഡ്ഡലിയും സാമ്പാർ ചട്നി എല്ലാം കഴിച്ചു. അങ്ങനെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു യാത്ര വന്നിരിക്കുകയാണ്. അവസാനമായിട്ട് പോയത് ഹൊഗനക്കൽ യാർക്കാടൊക്കെയുള്ള ട്രിപ്പായിരുന്നു. അതിനുശേഷം പിന്നെ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം വയനാട്ടിൽ എത്തി. 6 മാസത്തിന് കൊറോണ ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു ട്രിപ്പിന് വന്നപ്പോൾ ആദ്യമായി ടൂർ പോകുന്ന ഒരാളുടെ ഒരു മാനസിക സന്തോഷമാണ്. ഇപ്പോൾ ബ്രഹ്മഗിരി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, നടന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമ്മൾ 7 പേരുണ്ട്. നമ്മളെ ഗൈഡുണ്ട് ഫ്രണ്ടിൽ സജി. മൂപ്പരെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2 ദിവസമായിട്ട് മഴ ഇല്ല, അതുകൊണ്ട് ചെളിയൊക്കെ കുറവാണ്. പക്ഷേ നല്ല അട്ടയുടെ ശല്യമുണ്ട്. അവിടെ വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ അട്ട കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ ടൂളാണല്ലോ സാനിറ്റൈസർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ നടന്നു തുടങ്ങി. 3 കിലോമീറ്റർ വരെയാണ് ഇവിടുന്ന് വാച്ച് ടവർ വരെ എത്താൻ 3 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ വീണ്ടും ഒരു 3 കിലോമീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ ടോട്ടൽ 6 കിലോമീറ്റർ വൺ സൈഡ്, 12 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ. നോക്കാം. അരുവി സൂപ്പറല്ലേ? അരുവി ഉണ്ടല്ലേ, ഉള്ളിൽ ചാടി തുള്ളി ഒഴുകുന്ന അരുവി. ഇതാണ് നമ്മളെ സജിച്ചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. സജിയേട്ടാ ഒന്ന്, ഇതാണ് നമ്മളെ സജിയേട്ടൻ. ഇത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സജിയേട്ടൻ മുന്നിലാണ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് റിസ്ക്കാണ്, ടഫാണ്. അപ്പോൾ നടന്ന നല്ല അട്ടയുണ്ട്, അത് നന്നായിട്ട് കടിക്കുന്നുണ്ട്. അരുണേട്ടനുണ്ട്. ഓക്കെ, ഓടുത്ത ആനന്ദ് കാട്ടരുവി നീർച്ചോല. എല്ലാവരും ഫസ്റ്റ് ട്രിപ്പാണ്. അതെ, നല്ലൊരു ആസ്വദിച്ചിട്ട് ട്രക്കിംഗ് ആണ്. ബ്രഹ്മഗിരി ട്രക്കിംഗ് ഒക്കെ ഓക്കെ, നമ്മള് നല്ലൊരു ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ്. അതെ, നമുക്ക് ചെറിയൊരു പൈസക്ക് ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് ആണ്. കയറ്റം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ കയറ്റം തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ആശാനെ സുജിത് ഭക്തൻ ചതിച്ച്, സുജിത് ഭക്തന്റെ വാക്കും കേട്ടിട്ട് സാനിറ്റൈസർ കൊടുത്തിട്ട് വന്നിന്. സാനിറ്റൈസർ അട്ടക്ക് ഒരു എഫക്റ്റും ഇല്ല. അതായത് സാനിറ്റൈസർ വെച്ചടിച്ചു കഴിഞ്ഞാൽ അട്ട അങ്ങനെ ഉപ്പ് പോലെ തന്നെ ആ ഒരു പെട്ടെന്ന് അങ്ങ് ചത്തു കരിഞ്ഞുണങ്ങി പോകുന്നില്ല. അട്ട പോവും. അട്ട നന്നായിട്ട് കടിക്കുന്നുണ്ട്. പിന്നെ കടിയൊക്കെ കൊള്ളുക തന്നെ, വേറെ മാർഗങ്ങളൊന്നുമില്ല. വേഗം വാ മോനെ, കുഞ്ഞുമോൻ വാ. ഡോളി വേണ, ഡോളി കടിക്കട്ടാ, കുറച്ച് കടിക്കട്ട്. അതെ, ഇല്ല, അങ്ങ് നമുക്ക് പുൽമേടിൽ അങ്ങ് കയറി കഴിഞ്ഞാലേ അവിടെ നല്ല വിശാലമായിട്ട് കിടക്കാം. ഇടയ്ക്ക് ഇതാണ് ഒരു ആശ്വാസം അല്ല അർജു? കുടിക്കുകയും കൂടി ചെയ്യാം വെള്ളത്തിൽ. അതെ,
അത്രയ്ക്ക് പ്യൂർ വാട്ടറാണ്. മക്കളെല്ലാവരും വെള്ളം കുടിക്കേ. അട്ടേനെ കാണിച്ചേ. ഇതേ അട്ടേനെ കണ്ടോ? അട്ടേനെ കണ്ടതാ? ആഹാ. അട്ടേനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടാ. ട്രക്ക് ട്രാവലിൻ്റെ സുയിത്താണെൻ്റെ വാക്കും കേട്ടിട്ട് സാനിറ്റൈസർ എടുത്തിട്ടാണ് വന്നതിന്. സാധാരണ ഉപ്പും അല്ല ഡെറ്റോൾ എന്തെങ്കിലും എടുക്കാറുണ്ട്. പ്രാവശ്യം സാനിറ്റൈസർ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് സാനിറ്റൈസർ എടുത്തിട്ട് വന്ന്. അട്ടേൻ്റെ മേലെ സാനിറ്റൈസർ അടിക്കുമ്പോൾ അട്ട അങ്ങ് വിട്ടു പോകുന്നില്ല. ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് വേണം പറയാം. ഇത് ലോങ് കാണുന്നത് തിരുനെല്ലി അമ്പലം. ഓക്കെ, പാവനാശി. മിസ്റ്റർ അരുൺ മുത്താർ വാ മോനെ. എന്തിട്ട് ആവുന്നില്ല, ഒച്ച മാത്രമേ ഉള്ളൂ, വേറെ ഒരു എക്സ്പ്രഷനും വേറെ ഒരു. അതെ, ഏകദേശം 2019 എല്ലാ മാസവും ഓരോരോ ട്രക്കിംഗ് വീതം നടത്താറുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 8 മാസമായില്ല ഒന്നും ഇല്ലാത്ത, ട്രക്കിംഗ് ഒന്നും ഇല്ലാത്തത്. ലാസ്റ്റ് നമ്മള് കൊല്ലി ഹിൽസ് പോയപ്പോ ആകാശഗംഗ വാട്ടർഫാൾസിലേക്ക് മാത്രമാണ് ഒരു ട്രക്കിംഗ് നടത്തിയത്. കുറച്ച് 1500 സ്റ്റെപ്പ്. അതിനുശേഷം പിന്നെ റെസ്റ്റ് ആയിരുന്നില്ല വീട്ടിൽ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഈ വർഷത്തെ തുടക്കം. ഇനി എല്ലാ മാസവും ഓരോരോ ട്രക്കിംഗ് ഉണ്ടാവും നമ്മളെ ഭാഗത്തുനിന്ന്. ഇതേപോലെ കലോറി നമ്മൾ എങ്ങനെയാന്ന് കളയണ്ടേ, ഊർജ്ജം എങ്ങനെയാ കളയണ്ടെന്നുള്ളത് ചിന്തിച്ച് പരീക്ഷിച്ച് നടക്കണം. പിന്നെ നാരങ്ങ. അതെ, എങ്ങനെയാ വീട്ടിൽ നിന്ന് അച്ഛനെല്ലാം പറയാറുണ്ട് ആ ത്രെഡ്മില്ലൊന്ന് നടക്കുക. അത് നടക്കാത്തതിന്റെ വിഷമം ഇപ്പൊ മനസ്സിലാകുന്നു. 1 കിലോമീറ്റർ മീൻ മേടിക്കാൻ പോകുന്ന ബൈക്ക് എടുത്തു. ഇനി ഇതാ നമ്മുടെ ട്രക്കിംഗ് താരം ആനന്ദാണ് ഇന്ന് നന്നായിട്ട് അധ്വാനിച്ചിട്ടുള്ളത്. ഓക്കെ ആനന്ദ, എന്താ വൈബ്. പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 7 മണിയോട് തിരുനെല്ലി എത്തി. അതെ, അമ്പലത്തിൽ പോകണമെന്ന് വെച്ചാൽ സമയമില്ല, അന്ന് അമ്പലത്തിൽ പോയില്ല. അപ്പൊ നടത്തം തുടങ്ങി. ഒരു 8:15 തുടങ്ങി. അല്ല നടത്തം 8:15 തുടങ്ങി. 1 മണിക്കൂർ നടക്കുന്നത്. പ്രശ്നം നടത്തില്ല, കുഴപ്പമില്ല. ഇനിയാന്ന് മറ്റേ വലിയ കയറ്റം കയറാൻ പോകുന്നത് ഇനിയാന്ന്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. പക്ഷേങ്കിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്തു. നന്നായി നടക്കുന്നുണ്ട്. രാത്രി ആയാലും ഇതിന് വലിയ മാറ്റമൊന്നുമില്ല എന്ന് ശിവ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ബ്രഹ്മഗിരി മലനിരകളിൽ എത്തിയിട്ടുണ്ട്. കാഴ്ചകൾ കണ്ടോ? ഇനി അതിൻ്റെ ആ കാണുന്നുണ്ടോ, ആ പോർഷൻ കൂടെ നമുക്ക് കവർ ചെയ്താൽ അതും കൂടെ നമുക്ക് കവർ ചെയ്യണം. കാഴ്ചകളാക്കും, അടിപൊളി കാഴ്ചകളാണ്. സൂപ്പർ എക്സൈറ്റഡ്. നല്ല കാഴ്ചകൾ. അട്ട കടി നന്നായി കൊണ്ടു. അട്ട കടിച്ചെന്നാ പറയണ്ടേ, ആ പരുവാക്കി. അപ്പോൾ ഒരുപാട് സന്തോഷം. കുറേ കാലത്തിന് ശേഷമാണ് ഇതുപോലെ ഒരു ട്രക്കിങ് ചെയ്യുന്നത്. അതും ബ്രഹ്മഗിരി ട്രക്കിങ്. ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു ട്രക്കിംഗ് ആയിരുന്നു ബ്രഹ്മഗിരി. അപ്പോൾ എൻ്റെ പിറകിലിതേ അങ്ങ് ആ കാണുന്നതൊക്കെയാണ് പിന്നെ തിരുനെല്ലി അമ്പലം സൈഡ്. അതുപോലെ അങ്ങ് അപ്പുറത്ത് കാണുന്നതാണ് നമ്മളെ പിന്നെ കർണാടക ബോർഡർ. അതിൻ്റെ അപ്പുറം ഇരുപ്പ് വാട്ടർഫാൾസ്. അതങ്ങനെ അങ്ങ് പോകും. ഈ കാണുന്ന ഈ മലനിരകളൊക്കെ ബ്രഹ്മഗിരി മലനിരകളാണ്. സൂപ്പർ കാഴ്ചകളാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലാണുള്ളത്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൻ്റെ മുകളിലാണുള്ളത്. നമുക്ക് പിറകിൽ താഴെ നമ്മളെ കൂടെ വന്നവരൊക്കെ റെസ്റ്റ് ചെയ്യാണ്. അവിടെ അട്ടയൊക്കെ കടിച്ചു, നന്നായി അട്ടയൊക്കെ കടിച്ചിട്ടുണ്ട് പാവത്തിനെ. എന്താ പണിയെടുക്കുന്നേ? അത് അട്ട കടിച്ചിട്ട് കാല് കഴുകുന്നത്. ബാക്കി എല്ലാവരും അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് താഴെ കാണുന്നുണ്ടോ,
അതൊക്കെയാണ് തിരുനെല്ലി അമ്പലം. ആ കാണുന്നതൊക്കെയാണ് തിരുനെല്ലി അമ്പലം. അങ്ങനെ 3 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് നമ്മളിപ്പോൾ വാച്ച് ടവറിൻ്റെ മേലെ എത്തി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. അപ്പം അത് 3 കിലോമീറ്റർ ഇനിയുള്ളതെന്ന് പറയുന്നത് നല്ല പച്ചപ്പുല്ല് വിരിച്ചതിലേ കൂടിയാണ്. ഇത്രയും നേരം കാട്ടിലേ കൂടിയായിരുന്നു ട്രക്കിംഗ് ഉണ്ടായിരുന്നത്. ഇനി നല്ല പുൽമേടുകളിലൂടെയാണ് ഇനി യാത്ര. ഇനിയിപ്പം എല്ലാവരും ഇതാ വാച്ച് ടവറിൻ്റെ മേലെ കയറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാരെല്ലാം ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ, നമ്മൾ 7 മണിക്ക് കയറിയ ആൾക്കാരാണ്. താഴ്ന്ന് മുകളിലോട്ട് പിടിക്കാം. അപ്പോൾ താഴോട്ട് ഇറങ്ങാണ്. എൻ്റെ അമ്മേ കാല് നല്ല വേലയുണ്ട്. ആനന്ദേ ഇന്ന് കേറും മോനെ. ഫോട്ടോ അല്ല വീഡിയോ വരുന്നുണ്ട്. നടക്ക്. അങ്ങനെ വാച്ച് ടവറിൻ്റെ താഴെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ചെക്കൻ ഇവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് കിട്ടും. മാസങ്ങൾക്ക് ശേഷം നടത്തിയ ട്രക്കിംഗ് ആണ് കിഡ്ലോസ്കി. എന്താ പറയുക, എങ്ങനെ പറയേണ്ട അറിയില്ല. താഴെ നല്ല വയനാടൻ ഗ്രാമങ്ങൾ താഴെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് ടെൻ്റാണ്. ഇത് പണ്ട് ഒരു 2 മാസത്തോളം ഇവിടെ ടെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അത് പൂട്ടി. താഴെ തിരുനെല്ലി അമ്പലമുണ്ട്. എല്ലാം കാണാൻ അടിപൊളിയാണ്. ഇനി ഇവിടുന്ന് നമ്മൾക്കൊരു 3.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അതായത് കേരള കർണാടക ബോർഡർ, അവിടം വരെ പോകാനുണ്ട്. ഇടു എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഇവിടെ വരാൻ പറ്റിയത്. ഒരുപാട് കാലത്തെ ആഗ്രഹേനും വാച്ച് ടവർ നമ്മൾ അമ്പലത്തിൽ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. പിന്നെ അവിടുന്ന് കാണുന്നത് മനോഹരമായ പുൽമേടിൻ്റെ സൗന്ദര്യം. അപ്പോൾ അതിൽ എപ്പോഴും വരണം എന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെ അവസരം കിട്ടില്ല ഇവിടെ. അപ്പോൾ അവസരം കിട്ടിയപ്പോൾ വന്നു. പിന്നെ കൊറോണ കഴിഞ്ഞിട്ടുള്ളൊരു ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ എൻജോയ് ചെയ്യുന്നു. അടിപൊളിയാണ്. ഇടു വ്യൂ ആണ്. നല്ല കാലാവസ്ഥയാണ്. കുഴപ്പമൊന്നുമില്ല. അട്ട കുറച്ചുണ്ട്, കടിക്കും, അതൊന്നും വിഷയമല്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 3 കിലോമീറ്റർ നടന്ന് ഇനി ഒരു 3 കിലോമീറ്ററും കൂടി നടക്കാനുണ്ട്. ഇനി ഫുൾ പച്ച പുൽമേടുകളിലൂടെയുള്ള യാത്രയാണ്. നല്ല തണുത്ത കാറ്റുമുണ്ട്. ചെറിയ വെയിലുണ്ട്, പക്ഷെ ആ വെയിലിൻ്റെ ചൂട് നമ്മൾ അറിയുന്നില്ല. കാരണം ഈ നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സീ ലെവലിൽ നിന്ന് ഇപ്പോൾ എത്ര മീറ്റർ മേലെയാണ് എന്നുള്ളത് കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും. അല്ലാണ്ട് ഇപ്പോൾ അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ കയറി തുടങ്ങി. നമ്മളെല്ലാവരും കയറുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അതിൽ ആരൊക്കെ കംപ്ലീറ്റ് ആക്കും എന്നറിയില്ല. ഇതാണ് മുകളിലേക്ക് കയറേണ്ട വഴി. കുറേ ആൾക്കാരുണ്ട്. ുള്ള കയറ്റാണ്. കണ്ടില്ലേ? കയറിപ്പോടാ, കയറിപ്പോ. ലോക്ക്ഡൗണിന് ശേഷം എല്ലാവരും പിന്നെയും പണിയെടുക്കുന്നത് കാണുമ്പോൾ എന്താ സന്തോഷം. അജി വീഡിയോ എടുക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. നിൽക്കല്ലേ, കയറിപ്പോ. ഓക്കെ, തളർന്നിട്ടൊന്നുമില്ല. എന്നെ പിടിച്ചു. ഞാൻ നടക്കുന്നുണ്ട്. കയറിപ്പോ, കയറിപ്പോ.
സൂം ചെയ്ത് തരാം. തിരുനെല്ലി അമ്പല സൈഡൊക്കെയാണ് ആ കാണുന്നതൊക്കെ. ഇതാണ് വാച്ച് ടവർ കേട്ടോ. നമ്മൾ നേരത്തെ കയറിയില്ലേ വാച്ച് ടവർ. റെസ്റ്റിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടെ. യെസ്, തണുത്തുള്ളൂ. കയറി വാ. വെള്ളം കുറച്ച് കുടിച്ചാൽ മതിയേ, മുകളിലെത്തി ഒന്നും കിട്ടില്ല. കയറി വാ, വേവാ. രാക്ഷസ അട്ടകൾ കടിച്ച് കാലിലൊക്കെ. അർജുൻ്റെ കാലൊന്നും കാണിച്ചു അർജു. കാലിലൊക്കെ ബ്ലഡിൻ്റെ പൂരം. ബാക്കിയുള്ള എല്ലാം പെട്ട് കിടക്കുന്നുണ്ട്. സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കുന്ന തിരക്ക്. ഹായ് തന്നെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി കഴിക്കാനില്ല, ഇത് മാത്രമാണ്. ഇത് നമ്മളെ ലഞ്ചിൻ്റെ കൂട്ടത്തിൽ പെടുത്താം. വേറെ ഒന്നും കഴിക്കാനില്ല. ആ ഭാഗം കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മഗിരി ട്രക്കിംഗ് ഫുള്ളാവും. ആ ഭാഗം കണ്ടോ, അത് കർണാടക ബോർഡറാണ്. നമ്മൾ കയറി വന്ന ഭാഗം കാണിച്ചു. നടന്ന് വന്ന ഭാഗം കണ്ടേ, ഈ കുന്ന്. അങ്ങനെ ആ കുന്നൊക്കെ കയറിയിട്ടാണ് നമ്മളിത് ഈ വഴിയിലൂടെ ഇങ്ങനെ വന്നത്. കണ്ടില്ലേ? ഇനി ആ കാണുന്ന പീക്കും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മളെ ബ്രഹ്മഗിരി ട്രക്കിംഗ് ഫുള്ളാവും. ഓക്കെ, ഏകദേശം ഒരു ദൂരം വെച്ച് നോക്കുമ്പോൾ ഒരു 1 കിലോമീറ്റർ പോലെയൊക്കെ തോന്നും. ആ കാണുന്ന നമുക്ക് വഴി. സൈഡിൽ നല്ല സ്റ്റീപ്പായിട്ടുള്ള താഴെ പോകുക കാഴ്ചകളുണ്ട്. ഇതിൻ്റെ താഴെ കാണുന്നതാണ് തിരുനെല്ലി, നമ്മുടെ കേരളത്തിൻ്റെ സ്ഥലങ്ങൾ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കർണാടകയാണ് കാണുന്നത്. ഈ ഭാഗങ്ങളൊക്കെ കർണാടക ബോർഡറാണ്. ഏറ്റവും പീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ആ കാണുന്നതാണ്. നമുക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചത്. പീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ആൾക്കാർ കയറി പോകുന്നില്ലേ, അതാണ് പീക്ക് പോയിൻ്റ്. അതും കൂടെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്രഹ്മഗിരി ട്രക്കിങ് അവസാനിക്കില്ല. അത് തിരിച്ചും കൂടെ നടക്കണം. എന്തായാലും
കർണാടക ഭാഗത്ത് ഇപ്പോൾ നല്ല ഇതുണ്ട്. ഈ ഒരു ബെൽറ്റ് ലൈന് പോലെ കാണുന്നുണ്ടോ, അതാണ് ഫയർ ബെൽറ്റ് എന്ന് പറയുന്നത്. അതായത് കേരള കർണാടക ബോർഡറിൻ്റെ ഒരു ലൈനാണ്. നമ്മളിപ്പോൾ ഏകദേശം ഏറ്റവും ഹയസ്റ്റ് പീക്കിലേക്ക് എത്തി നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് പീക്ക്. അപ്പം പുറകിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ വഴിയല്ല ഇങ്ങനെ നടന്നു വന്നത് കേട്ടോ. അതിൽ നടന്ന് ഇവിടെ എത്തി. ഇപ്പം ഏകദേശം 6 കിലോമീറ്റർ നടന്നു ഹയസ്റ്റ് പീക്കിലെത്തി. ഞാൻ സെക്കൻഡാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആനന്ദ് ഫസ്റ്റ് ഇവിടെ എത്തി, ഇവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ഇതാ സന്ദീപ് പുറകെ വരുന്നുണ്ട്, സുഷി വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചത് നമ്മളെ കൊണ്ട് വളരെ ഏറ്റവും ലാസ്റ്റ് എത്തും എന്ന് വിചാരിച്ചത് നമ്മൾ രണ്ടുപേരും ചലഞ്ച് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്ത് തൊട്ട് പറയാനാണ്. സുഷിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന്. പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഗ്യാസ് പോളീസാണ് പോളി ചലഞ്ച്. നമ്മൾ ഏത് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ ഗൈസ്, അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനം എല്ലാവരും ഇവിടെ ഏറ്റവും ഹൈയസ്റ്റ് പീക്കിലെത്തി. ട്രക്കിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ്. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള വാ വരണേട്ടോ, വാ. ഞാനിനി ക്വാറന്റൈനിൽ പോകണല്ലേ, കർണാടകയുടെ കേരളത്തിൻ്റെ ഭാഗങ്ങളിൽ. വാ മോനെ, വാ സന്ദീപ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എത്ര ദൂരം നടന്നു അതും കൂടെ ഒന്ന് പറ. വടാ ആ ദൂരം കൂടെ എത്ര ദൂരം കൂടെ നടന്നു എന്നുള്ളത് നമുക്ക് ഇപ്പം പറഞ്ഞുതരേ. അപ്പോൾ ഇതാണ് ടോപ്പ് പോയിന്റ്. 5.8 കിലോമീറ്റർ. 5.8 കിലോമീറ്റർ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. കാണുന്നില്ലേ? ഉണ്ടാവും. ഉണ്ട്. അതായത് 7980 സ്റ്റെപ്പ് വെച്ചു നമ്മൾ. ഇനി അതേ സ്റ്റെപ്പ് അങ്ങോട്ടും വെക്കണം. അപ്പോൾ 5 കിലോമീറ്റർ എണ്ണം കൂടും. അപ്പോൾ നല്ല വൈബാണ്. കർണാടക കാണിച്ചു കൊടുത്തത്. മഴയ്ക്കുള്ളൊരു ഇതും കൂടി ഉണ്ട്. അങ്ങോട്ടൊക്കെ മഴക്കാറൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. കേരളത്തിലും കർണാടകത്തിലും കാല് വെച്ചോ പോയിട്ട് ഒരു 0 പോയിന്റ്. അങ്ങനെ 0 പോയിന്റിലേക്ക് അരുണ് നടന്നു പോവാണ്. ഇതാണ് കേരളത്തിൻ്റെ ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരുവേ. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി. അപ്പോൾ നമ്മൾ ആ പോയിന്റിലേക്ക് ഒന്ന് പോവാം. കേരളം കർണാടക വാടമനെ കേരളത്തിലെത്തിയിട്ടുണ്ട്, കർണാടകത്തിലുണ്ട്. ഒരേ സമയം 2 സ്ഥലത്ത് നിൽക്കാം. എന്താന്നൊരു ഫീല്. ഇത് ഒരു ഫയർ ബെൽറ്റാണ് കേട്ടോ. അതായത് തീ അപ്പുറം ഇപ്പുറം പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. മേഘം ഇങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ടല്ലേ. ഉണ്ടോ? ഇനി ഒരു അടുത്ത നിമിഷം ഒരു മഴയൊക്കെ പെയ്യും. അതും കൂടെ കഴിഞ്ഞാൽ സമാധാനം.